മടിയിൽ കനമില്ലാത്തതിനാൽ പേടിക്കണ്ട എന്ന പോയ നാളുകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം ഇനി അത് തിരുത്തി പറയേണ്ടി വരുമോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം. മടിയിൽ കനമുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ക്ഷുഭിതനാകുന്നത് എന്നാണ് കേരളത്തിലെ പ്രമുഖ ചാനൽ ചർച്ചകളിൽ വന്ന അതിഥികൾ ആഞ്ഞടിച്ചത്. പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് വീണയുടെ കമ്പനിക്ക് കരാർ ലഭിച്ചതെന്ന് നിരവധി രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരാണ് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു പറയുന്നത്. അന്ധമായ പിണറായി ഭക്തിയിൽ CPM-ന്റെ അഴിമതി വിരുദ്ധത അലിഞ്ഞില്ലാതായോ എന്ന തലക്കെട്ടുമായാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സജീവ ചർച്ചകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാദ്യമായല്ല മാസപ്പടി കേസിൽ ED ഇടപെടുന്നതെന്നും ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത നിരവധി പേർ വ്യക്തമാക്കി. ജോസഫ് C. മാത്യു അടക്കമുള്ളവർ അതിശക്തമായി തന്നെ ആഞ്ഞടിക്കുകയാണ് ഈ വിഷയത്തിൽ. കേരളത്തിൽ ഉൾപ്പെടെ ഈ കമ്പനി ഡീൽ ചെയ്തിരുന്ന പലരുടെയും രേഖകൾ ED ശേഖരിക്കുകയും വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. 2020 തന്നെ EDയുടെ പക്കൽ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടെന്നും ജോസഫ് C. മാത്യുവും ചാനൽ ചർച്ചയിലൂടെ വ്യക്തമാക്കി. മാത്രവുമല്ല, നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഇപ്പോൾ വീണ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത്. SFIO റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അനധികൃതമായ റിപ്പോർട്ടാണെന്ന വീണയുടെ കേസിന് നിലനിൽപ്പില്ലെന്നും നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഇപ്പോൾ വീണ വിജയൻ കാഴ്ചവെക്കുന്നതെന്നുമാണ് ഷോൺ ജോർജിന്റെ ആരോപണം. മുഖ്യമന്ത്രിയിലും മകളിലും അന്വേഷണം ഒതുങ്ങില്ല, തെളിവുകൾ കൈമാറുമെന്നും ഷോൺ ജോർജ് പറയുന്നുണ്ട്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് EDക്ക് മുന്നിലും ഹാജരാകേണ്ടി വരുമെന്ന BJP നേതാവ് ഷോൺ ജോർജ്. EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന് ഇനി തടസ്സമില്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകിക്കഴിഞ്ഞുവെന്നും ഷോൺ പറഞ്ഞു. അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തെളിവുകൾ കൈമാറും. മുഖ്യമന്ത്രിയിലും വീണ വിജയനിലും മാത്രം അന്വേഷണം ഒതുങ്ങില്ല, ഇടപാടുകൾ കൂടി പുറത്തുവരണമെന്നും ഷോൺ ആവശ്യപ്പെട്ടു. ഇനി ഏപ്രിൽ 22-ന് CMRL-നും വീണ വിജയനും നിർണായകമാണ്. അന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് കേസ് പരിഗണിക്കും. തൽക്കാലം SFIO നടപടികൾക്ക് സ്റ്റേ ഇല്ല. CMRL പാപത്തിൽ ഉടലെടുത്ത കമ്പനിയാണെന്നും തുടങ്ങിയപ്പോൾ മുതൽ അഴിമതി പണം വസൂലാക്കുന്നുവെന്നും ജോസഫ് C. മാത്യു ചാനൽ ചർച്ചയിലൂടെ ആരോപിച്ചിരുന്നു. മാത്രമല്ല, അഡ്വക്കേറ്റ് ജയശങ്കർ അടക്കമുള്ള നിരവധി പേരാണ് CPM ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ചാനൽ ചർച്ചകളിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും മാസപ്പടി കേസിൽ CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും എത്ര നാളിങ്ങനെ ന്യായീകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് പുതിയ ചോദ്യം. കേസ് കോടതിയിലല്ലേ എന്ന് നടക്കട്ടെ എന്നുമാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത്. അതേസമയം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ, നേതാക്കന്മാർക്ക് നേരെ ആരോപണം ഉയർന്നു വരുമ്പോൾ തന്നെ CPM അവരുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കാറുണ്ട്, പ്രസ്താവനകൾ ഇറക്കാറുണ്ട്. ഇത്രയും ഗുരുതരമായ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ ഉയർന്നു വന്നിട്ടും മുഖ്യമന്ത്രി രാജി വയ്ക്കില്ലെന്ന് മാത്രമല്ല, കേസ് കോടതിയിലല്ലേ നടക്കട്ടെ എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത്ര ഗൗരവമായി കേസിനെ കാണുന്നില്ലെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ബിനീഷ് കോടിയേരി വിഷയത്തിലും വീണ വിജയന്റെ കേസിലും പാർട്ടിക്ക് രണ്ട് നിലപാടായിരുന്നു എന്ന ചോദ്യത്തിൽ അതിലിത്ര ആശ്ചര്യം എന്താണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുചോദ്യം. വിഷയത്തിൽ പാർട്ടി പ്രതിരോധം ഉയർത്തുന്നതിൽ എന്താണ് ആശ്ചര്യം? ബിനീഷിന്റെ കേസിൽ കോടിയേരിയെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല. ഇതിൽ എന്റെ മകളെന്ന് പറഞ്ഞാണ് തുടക്കമിട്ടത്. ലക്ഷ്യം എന്താണെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കോടതിയിലെ കാര്യങ്ങളിൽ കൂടുതൽ പറയുന്നില്ല. ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല, തങ്ങൾ അതിനത്ര ഗൗരവമായി കാണുന്നില്ലെന്നും കോടതിയുടെ വഴിക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊള്ളുമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. ആരും അത്ര ബേജാറാകണ്ട. കരിമണൽ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന വിവാദങ്ങൾ ശുദ്ധ അസംബന്ധമാണ്. അതിലെന്തെങ്കിലും തെളിവുണ്ടോ? രാജി മോഹിച്ചോളൂ. കേന്ദ്ര ഏജൻസികളെ പറ്റി നല്ല ധാരണയാണ് മാധ്യമങ്ങൾക്കുള്ളത്. PV ആരാണെന്ന കാര്യം എതിരാളികളെ വകവരുത്താൻ ചിലർ ഉപയോഗിക്കും. എനിക്ക് ഈ കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ട്. കോടതിയിലെ കേസ് കോടതിയിലാണ് നേരിടേണ്ടത്, അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിലല്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഏതായാലും മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ വിശദീകരണം അതീവ ദുർബലമോ എന്ന ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രമുഖ മാധ്യമങ്ങൾ ചർച്ചകളുമായും രംഗത്ത് വന്നിരുന്നു. കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി പ്രതിരോധം തീർക്കാനാകുമോ മുഖ്യമന്ത്രിക്ക് എന്നുള്ളതും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കൂടുതൽ ഏജൻസികളോ എന്ന ചോദ്യങ്ങളുമൊക്കെ ഉയർന്നിട്ടുണ്ട്. മാസപ്പടിയുമായി ബന്ധപ്പെട്ട് നിരവധി പേരുടെ ഫേസ്ബുക്ക് കുറിപ്പുകളും ചർച്ചയാവുകയാണ്. റെജിമോൻ കുട്ടപ്പന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഇറക്കിയ ക്യാപ്സുകളാണ് രസം, GST അടച്ചിട്ടുണ്ടെന്ന്, ഹോ ഫ്രഷ്. ചിത്രം: പാർട്ടി ഓഫീസിന്റെ അഡ്രസ്സിൽ കമ്പനി 2014 തുടങ്ങിയത്. ഈ അഡ്രസ്സിൽ കത്തിടപാട് നടത്തിയിട്ട് വീണ മറുപടി അയക്കാത്തതിൽ കമ്പനികാര്യ വകുപ്പ് കേസെടുത്തു. 1 ലക്ഷം പിഴയിട്ടു. 20,000 അടച്ചപേക്ഷിച്ച് തലയൂരി എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. നിരവധി പേരാണ് ഇതിന് പിന്നാലെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. അവിടെ കൊണ്ട് തീർന്നില്ല. കേരളം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ആവശ്യത്തിന് കടം കിട്ടി, ഇനി ആർഭാടമാകാം. 4ാം വാർഷിക ദൂരത്തിന് കൊട്ടേഷൻ ക്ഷണിച്ച സർക്കാർ എന്ന തലക്കെട്ടുമായി മാധ്യമങ്ങൾ രംഗത്തുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിലും പിണറായി സർക്കാരിന്റെ വാർഷിക ദൂരത്തിന് വ്യാപകമായി കൊട്ടേഷൻ ക്ഷണിച്ചു. മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലയിലും അതിഗംഭീര ആഘോഷങ്ങളാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. പുതിയ സാമ്പത്തിക വർഷത്തിൽ കടമെടുത്ത തുകയൊക്കെയും
പൊടിഞ്ഞു തീരുമെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വർഷം കൂടിയായതിനാൽ ആർഭാടത്തിന് ഒട്ടും കുറവ് വേണ്ട എന്നാണ് തീരുമാനം. എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്നുണ്ട്.